കേട്ടോ സന്തോഷ വർത്താനമുണ്ട്. എന്താ? ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാൻ കാണിക്കുന്ന മണ്ടത്തിലാന്നും പറഞ്ഞു. ഇതേ സേതുവിന് ഇന്റർവ്യൂവിനുള്ള കള്ളാസ് വന്നിരിക്കുന്നു. അതാണോ കാര്യം? എന്താ കൃഷ്ണേട്ടന് സന്തോഷമില്ലാത്ത? എന്റെ അച്ചു, നിന്നെക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞു വിവരം. ദേവി ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ അതിന്റെ ആഘോഷവും കഴിഞ്ഞു. അത് ശരി. ദേവി നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തരാൻ പറ ഭാരതിയോട്. ഞാൻ പുറത്തായി. ആ തെമ്മാടി ഉണ്ടോ ഇവിടെ? എത്ര നേരമായി? പോകാം. ഈ സേതുവേട്ടന്റെ കൂടെ തൊഴാൻ വന്ന ഒന്നിനും സമ്മതിക്കില്ല. എപ്പോഴും ധൃതിയാ. പിന്നെന്തിനാ പോന്നത്? ഇത്ര മാത്രം എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്? കൊറേ പിറുപിറുക്കുന്ന കണ്ടു. മന്ത്രം ചൊല്ലിയതാ. ദേ തോന്നി മന്ത്രമൊന്നും ചൊല്ലാൻ പാടില്ല കേട്ടോ. പറ, എന്തൊക്കെയായിരുന്നു പെറ്റീഷൻസ്? ഇന്റർവ്യൂ എളുപ്പമാവണേ, വൈകാതെ സെലക്ഷൻ ലിസ്റ്റ് വരണേ. പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ പിച്ചും മാന്തവും ചെയ്യാണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോണേ. അത് ഞാൻ തന്നെ വിചാരിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം. 9 മാസം 10 ദിവസം കഴിയുമ്പോ ഒരു കുട്ടി ചെയ്തു. അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ കാലതാമസം പാടില്ല. അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു. അങ്ങനെ 100 വർഷം കഴിയുമ്പം ഒരു കൗരവ പട. ₹100 മതിയാവില്ലല്ലേ? ധാരാളമായി. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം നല്ലോണം നോക്കിയിട്ടില്ലേ? അക്കാര്യത്തെ അച്ഛൻ പേടിക്കണ്ട. ഈ ശരീരം വെച്ചുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് 4th റാങ്ക് വാങ്ങിയില്ല ഞാൻ. ഇതിന് നമ്പർ 1 ആയില്ലെങ്കിലും നമ്പർ 2 എങ്കിലും. നമ്പർ 2 എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്പർ 2 കക്കൂസി പോടോ. പോടാ. നിനക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പാടില്ലേ? ഇന്നലെ പിന്നാലെ വന്നത്? ഞാൻ സേതുവിനെ യാത്രയാക്കാൻ. അച്ഛാവന്റെ ഒരു അളിയനില്ലേ ഞാൻ? അല്ല, അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പൊയ്ക്കോളാം. ഇതോ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. വേണ്ട അച്ഛാ. ഇതോ വെച്ചോ, എന്നാ പൊയ്ക്കോ, സമയം കളയണ്ട. ശരി. ഇത് നിന്റെ തന്ത സമ്പാദിച്ച മുതലൊന്നുമല്ല. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സാർ. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കടയിൽ വരണമെങ്കിൽ പിന്നെ തന്റെ നെഞ്ചത്തുണ്ടോ വണ്ടി? ഞാനെന്തിനായി പോലീസ് സ്റ്റേഷനെ പിടിച്ച് തള്ളിയത്? എന്റെ അനുവാദം കൂടെ എന്റെ വണ്ടിയുടെ ഹോൺ അടിച്ചേനാ. വണ്ടി എടുത്ത് മാറ്റ. എനിക്ക് ഈ കടയിലാ പോകേണ്ടത്. വണ്ടി എടുത്ത് മാറ്റാൻ മാറ്റാൻ മനസ്സിലെങ്കിലോ? രാജു സാരമില്ല. ഇനി വന്നേന്ന് സാറേ, ഇത് നമ്മുടെ MLA മോന രാജു. MLA മോനായാലും എന്താ പ്രത്യേക നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേഷൻ വരാൻ പറ, അപ്പൊ കൊടുത്തുവിടാൻ വണ്ടി. താൻ ചെയ്ത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. പോലീസ് കോൺസ്റ്റബിളെ പിടിച്ച് തള്ളിയതോ സാറേ? MLA മോനായോണ്ട് നിയമവും മര്യാദയൊന്നും വേണ്ടെന്നാണോ? താൻ എന്നെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കും. 6 മാസം കൂടെ ഉള്ളു. അതിനുമ്പ് തൊപ്പി തെപ്പിക്കോ താൻ. സാർ ഇങ്ങനെ പേടിച്ച എങ്ങനെയാ? എനിക്കത് പറയാം. ഒറ്റ രാത്രി കൊണ്ടൊരു മന്ത്രിസഭ വിളിച്ചാണ് അയാള്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ. ഹലോ, അതെ അതെ സർ, SI ആണ് സർ. സാർ, ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിരപരാധിയാണ് സർ. അതെ സർ, ഹെഡ് കോൺസ്റ്റബിൾ നമ്പർ 2624 അച്യുതൻ നായർ. സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവമാണ് സർ. 2 തവണ ഗുഡ് സർവീസ് എൻട്രി വാങ്ങിയ ആളാണ്. അതെ സർ, ഞാൻ പറയാം സർ. താങ്ക് യു സർ. രക്ഷപ്പെട്ടു താൻ. വേഗം കാർ MLA വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ആണോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും. 25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് കുപ്പായത്തോട് ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ. നിന്റെ അച്ഛൻ കാണിച്ച മണ്ടത്തരം. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം. ആ ചെക്കന്റെ അടുത്ത് നിന്ന് മാപ്പൊന്നു പറഞ്ഞാൽ എന്താ? തേഞ്ഞു പോകും. ആരുടെ മുമ്പിൽ തല കുനിക്കാൻ എന്റെ അച്ഛൻ ശീലിച്ചിട്ടില്ല. ശീലിക്കണ്ട, അനുഭവിച്ചോ. ഇനി എന്ത് അനുഭവിക്കാൻ രമണ? കൂടി വന്നാൽ ഈ ജോലി അങ്ങ് പോവായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയാൻ എനിക്കും എന്റെ മക്കൾക്കും അറിയാം. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക്
വാശി ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പോലീസ് ഡ്രൈവർ ആ വണ്ടി അവിടെ വീട്ടിലെത്തിച്ചത്. വാശിയായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കണമെന്നില്ല, കേസാക്കിയനെ. ഞാനൊന്ന് പോയി സംസാരിച്ചാലോ? പറഞ്ഞു തീരുന്നെങ്കിൽ തീരട്ടെ. എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞതാ ചേട്ടാ. അങ്ങനെ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ ചെറുക്കന്റെ കാല് പിടിക്കണം, അത്രേ ഉള്ളൂ. അതിന് അച്ഛനാര് മരിച്ച് വേറെ ജനിക്കണം. പണി 9 കഴിഞ്ഞു. നേരം തെറ്റിയ അപ്പ വയറ് വെറുക്കും ഗ്യാസ്. എന്റെ വീട്ടിൽ വെച്ച് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ 8 മണിക്ക് അത്താഴം കഴിക്കും. സത്യം. ചോറ് കൊടുക്കണേ അവർക്കൊക്കെ. ലത എവിടെ? അവൾ അകത്തുണ്ട്. ഇതറിഞ്ഞ പിന്നെ പിള്ളേർ രണ്ടും ആകെ വിഷമിച്ചിരിക്കുക. എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഒന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെയൊക്കെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുള്ളൂ. ആ MLA നാറി പറ്റിച്ചളഞ്ഞല്ലോ സാറേ. മെസ്സേജ് രാവിലെ എത്തി. തല വെട്ടാനൊന്നും അല്ലല്ലോ ഓർഡർ. ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സസ്പെൻഷനോ? ട്രാൻസ്ഫർ ആർഡർ കൊണ്ട് മെസ്സഞ്ചർ വരികയാ ചെയ്തത്. ഏത് ദുനിയാവിലേക്കെങ്കിലും ആയിക്കട്ടെ, എവിടെയായാലും നമ്മൾ ജോലി ചെയ്യണം. ഈ സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ഞാനങ്ങ് ശബ്ദമൊന്നും എടുത്തിട്ടില്ല. പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും നോക്കാനില്ലടോ. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പൊ തന്നെ റിലീവ് ചെയ്യാം അല്ലേ സാറേ? വിത്തിൻ 24 hours ജോയിൻ ചെയ്യണമെന്നാണ് ഓർഡർ. എന്തിനാ 24 മണിക്കൂർ? ഈ പറയുന്ന സ്ഥലം അമേരിക്ക ഒന്നും അല്ലല്ലോ. ഒരു വഴിയുണ്ട് അച്ഛനാരെ. താനൊരു മെഡിക്കൽ ലീവിങ് എഴുതുക, ഇന്നലത്തെ ഡേറ്റ് ഇട്ട്. ഒരാഴ്ച സമയം കിട്ടിയ നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് പറയിപ്പിക്കുവോ? MLA തന്നെ നേരിട്ട് കണ്ട് പറയോ? എന്തെങ്കിലും ചെയ്യാം. സാറാ റിലീവിങ് ഓർഡർ എഴുതാ. വിത്തിൻ 6 hours ഞാൻ ജോയിൻ ചെയ്യാം. രാമപുരം, നിങ്ങൾക്കറിയില്ല ആ സ്ഥലം. ഇത്രയും ക്രിമിനൽസും കേസും ഉള്ള ഒരു സ്റ്റേഷൻ. ASI എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. വെള്ളം കുടിച്ചു എന്റെ അച്ഛനാരെ. താൻ വെറുതെ അങ്ങോട്ടൊന്നും പോണ്ട. അവിടെയുള്ള പോലീസുകാരൻ നമ്മളെ പോലെ അല്ലേ സാറേ? അതല്ല ആരെങ്കിലും തല്ലി കൊല്ലുന്ന അങ്ങോട്ട് കൊല്ലട്ടെ, ആക്കിയിട്ടുകൊണ്ട് ചാകാവല്ലോ. തലയിരിക്കുമ്പോ വാലാടണ്ട. ഫോൺ എടുക്കാൻ ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ട് കേട്ടോ. ഹലോ ഹലോ. അതെ. ആരും മരിച്ചില്ലല്ലോ? അത് ശരി. നിങ്ങളുടെ പേരെന്താ? ഹലോ ഹലോ. സ്വന്തം പേര് പറയാൻ പേരുണ്ട്. ഇവനൊക്കെ പിന്നെ എന്താ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? എന്താ? ചന്തയിൽ അടി നടക്കുന്നെന്ന്. അതിന് പോലീസ് എന്ത് ചെയ്യും? തല്ലാണുള്ളൂ, തല്ലി തന്നെ തീരണം. ഏത് ഗ്രൂപ്പാ? കീരിയ പാമ്പ് ആർക്കറിയാം. ഒരുത്തരെങ്കിലും ചത്തങ്ങി അത്രയും ശല്യം തീർന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ചത്താൽ 5 മണിക്ക് മുമ്പായിട്ട് ആസ്പത്രിയിൽ എത്തിച്ചേക്കണം. അല്ലാതെ രാത്രി ശവത്തിന് കാവലിക്കാൻ എന്നെ കിട്ടൂല. കാവലെന്ന് പറഞ്ഞ് താൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടെ? നമസ്കാരം സാർ. എന്തു വേണം? പണിഷ്മെന്റ് ആണല്ലേ? അതെ. SI അദ്ദേഹം സ്ഥലത്തല്ലേ? SI അദ്ദേഹം തന്നെ വേണമെന്നുണ്ടോ? ജോയിൻ ചെയ്താ പോരെ? അതിന് SI അദ്ദേഹം മതി. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. SI ആശുപത്രിയില്ല. എന്ത് പറ്റി? ആരോ തല്ലിയതാ. ഇരുട്ടടിയാ. രാത്രി ഒറ്റയ്ക്ക് മോട്ടോർ സൈക്കിളിൽ പോയതാ. പേടിക്കൊന്നും വേണ്ട. തഞ്ചത്തിൽ നിന്നാ ഒരു കുഴപ്പമില്ല. ഈരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാവകാശം എല്ലാവരും പരിചയപ്പെടാം. ജോയിൻ റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. അമിതേ, ആ റേഷൻ കൂട്ടെടുത്ത്. ജോസിന്റെ പടമൊട്ടിക്കാൻ സമ്മതിക്കില്ല. മൂപ്പര് നേരിട്ടൊന്ന് കീറിക്കളിയും. 2-3 കൊലക്കേസിൽ ശിക്ഷിച്ചിട്ടുള്ളതാ. നല്ല കാശുകാരും അന്തസ്സുള്ള കുടുംബക്കാരുമാ.